സർവീശ്വരനായ എൻ്റെ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശിഷ്യബുദ്ധിയെ നമിച്ചുകൊണ്ടും വേദിയിലും സദസ്സിലിരിക്കുന്ന ആത്മബന്ധുക്കളെ, നമ്മൾ ഒരു സത്സംഗം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാരതീയ ധർമ്മത്തിൽ ജീവൻ വരെ പോകുന്നത് മാറിപ്പോകുന്നാണ് പറയുന്നത്. അല്ലേ, കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഞാനൊരു അനുഭവം പണ്ട് കണ്ണൂരുകാരോട് പറഞ്ഞിരുന്നു, എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ രണ്ട് സുഹൃത്തുക്കളുടെ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? രാംദാസ്, തുളസീദാസ്, കേട്ടിട്ടുണ്ടോ? ഇവർ രണ്ടുപേരും ഹരിയാനക്കാരാണ്. ഹരിയാന എവിടെയെന്നറിയോ? പഞ്ചാബിൻ്റെ തൊട്ടപ്പുറം. ഇവർ രണ്ടുപേരും ഒരേ കുടുംബത്തിൽ നാട്ടിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഒരു നാട്ടിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരാണ്. ഇവർക്ക് നമ്മളെപ്പോലെ തന്നെ ഈ കുട്ടികളിലുള്ള ചില കുറവുകളും അതുപോലത്തെ വിളവത്തരൊക്കെ ഉണ്ടാവും, അല്ലേ? അത് കുട്ടികളാകുമ്പോൾ ഉണ്ടാവുന്നതാണ്. എന്നുവെച്ചാൽ ഒരു 20-22 വയസ്സുകായ ചെറുപ്പക്കാർക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അവരുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങാൻ അവർ പല കാര്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല കാര്യങ്ങളും കൊണ്ട് അവർക്കത് ഇറങ്ങിപ്പോകാൻ സാധിക്കുന്നില്ല. അപ്പം വീട്ടുകാർ സമ്മതിക്കില്ല. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ വന്ന കുട്ടികൾ നമ്മളോട് ചോദിക്കുന്ന പോലെയാണ്, സ്വാമി ട്യൂഷനുണ്ട്, ആ സ്പെഷ്യൽ ട്യൂഷനുണ്ട്, ഇത് അവർ തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇല്ല ഞാൻ പിടിച്ച്. ഇതുപോലെ പല കാര്യങ്ങളും ആൾക്കാർ വന്ന പോലെ വീട്ടിൽ പറയുമ്പോൾ അവർ സമ്മതിക്കാറില്ല. അപ്പോഴാണ് ഗുരുനാനാക്കിൻ്റെ സത്സംഗം നടക്കുക. എവിടെ അറിയാം? ആരാണ് ഗുരുനാനാക്ക്? ഉറക്കെ പറയൂ, ആരാ ഗുരുനാനാക്ക്? സിഖ് മതത്തിൻ്റെ സ്ഥാപക ഗുരുവാണ്. അപ്പോൾ അത് ഇവരുടെ ഗ്രാമത്തിൻ്റെ വളരെ അടുത്തായിട്ട് ഗുരുനാനാക്കിൻ്റെ സത്സംഗം നടന്നു. അപ്പോൾ പ്ലാൻ ചെയ്തു ഇവർ, എന്താണ്, ഗുരുനാനാക്കിൻ്റെ സത്സംഗം കേൾക്കാൻ പോകണം. അങ്ങനെ വീട്ടിൽ നിന്നും അനുവാദം വാങ്ങിയിട്ട് ഇവർ ഗുരുനാനാക്കിൻ്റെ സത്സംഗം കേൾക്കാൻ പോവുകയാണ്. പക്ഷെ ആ ചെറുപ്പക്കാരൻ്റെ ചില കുറവുകളുള്ളതുകൊണ്ട് തുളസീദാസ് എന്ത് ചെയ്യും? ഈ യാത്ര മധ്യയിൽ ഇദ്ദേഹം വഴിമാറിപ്പോകും. രാംദാസ് എന്ത് ചെയ്യും? നീ എവിടെ പോയി താവട്ടെ കൊണ്ട് രാംദാസ് നേരെ ഈ സത്സംഗം കേൾക്കാൻ പോകും. അവിടുന്ന് ഗുരുനാനാക്കിൻ്റെ സത്സംഗം കേൾക്കുകയും ഇങ്ങനെ ഓരോ ദിവസവും ഇത് സംഭവിക്കുകയാണ്. അപ്പോഴെല്ലാം ഈ നടന്ന കാര്യങ്ങളെല്ലാം രാംദാസ് ആരോട് പറയും? തുളസീദാസിനോട് പറഞ്ഞോളൂ. അപ്പോൾ അത് വീട്ടിൽ പോയി പറയാനും പറ്റും. പക്ഷെ പോയിരിക്കുന്നത് വേറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതൊന്നും ആ ഗ്രന്ഥത്തിൽ പറയുന്നില്ല. അങ്ങനെ 7ാമത്തെ ദിവസമാവുകയാണ്. 7ാമത്തെ ദിവസമായപ്പോൾ രാംദാസ് നിർബന്ധമായി തുളസീദാസിനോട് പറഞ്ഞു, ഈ വന്നേ പറ്റൂ, ഇന്നത്തോടുകൂടി ഗുരുനാനാക്ക് ഈ ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക് പോവുകയാണ്, നീ വന്ന് കണ്ടേ പറ്റുള്ളൂ. അങ്ങനെ നിർബന്ധമായി ഇദ്ദേഹത്തിനെ ഗുരുനാനാക്കിൻ്റെ സത്സംഗത്തിൽ കൊണ്ടുപോയി. അപ്പോൾ ഈ ഏകദൈവ ധർമ്മത്തിനെ കുറിച്ചും ഈശ്വരനെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നതിനെക്കുറിച്ചും എങ്ങനെ അഹങ്കാരം മാറിപ്പോണെന്നതിനെക്കുറിച്ചൊക്കെ ഗുരുനാനാക്ക് ക്ലാസ് എടുത്തു. വളരെ സന്തോഷമായി. അങ്ങനെ ഇവർ സന്ധ്യ വാങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ഗ്രാമത്തിലേക്ക് നടന്നു വരികയാണ്. ഈ സത്സംഗം നടക്കുന്ന ഗ്രാമത്തിൻ്റെ അതിർത്തി കഴിഞ്ഞ സമയത്ത് ഒരു കാള വിരളി പൂണ്ടി വന്ന് ഇവരെ ഓട്ടിക്കാൻ തുടങ്ങി. ഇവർ രണ്ടുപേരും ഓടി രാംദാസിന് വയറ്റിൽ കുത്തുകൊണ്ട്. ആരുടെ? കാളുടെ. തുളസീദാസ് പോയൊരു പൊട്ടക്കിണറ്റിൽ പോയി വീണു. പൊട്ടക്കിണറ്റിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കുടവും കിട്ടി. തുറന്നു നോക്കിയപ്പോൾ അത് നല്ല കുറേ കരിക്കട്ടറിടയിൽ ഒരു വൈര്യത്തിൻ്റെ ഒരു കല്ല് കിട്ടി. അപ്പോൾ തുളസീദാസ് വന്നിട്ട് പറഞ്ഞു, എടാ, സത്സംഗത്തിനൊന്നും പോയിട്ട് കാര്യമില്ല. നീ സത്സംഗത്തിന് പോയിട്ട് നിനക്ക് എന്താ കിട്ടിയത്? കാളുടെ കുത്ത്. വൈദ്യർക്ക് കാശില്ല, ഈ വൈദ്യന് കാശ് കൊടുക്കണം, കെട്ടേണ്ടത്. വയറ്റിൽ കുത്തിട്ട് മുറിവൊക്കെ പറ്റിയില്ലെന്നാണ്. ആകെ വിഷമായി. ഇതുപോലെ തന്നെ സത്സംഗത്തിന് വന്നാൽ ആഹാരം കഴിക്കാതിരിക്കാൻ നമുക്ക് വിഷമം വരില്ലേ? അതുപോലെ ആർക്ക് വിഷമം വന്നു?
രാംദാസിന് വിഷമമായി. ഇതിൻ്റെ കാരണം അറിയണമല്ലോ. ഒരു പിറ്റേ ദിവസം അതിരാവിലെ ഗുരുനാനാക്കിൻ്റെ അടുത്തെത്തി. ഈ കാര്യങ്ങളെല്ലാം ഗുരുനാനാക്ക് കേട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞു: ഇന്നലെ മരിച്ചവൻ ഇന്ന് തിരിച്ചു വന്നിരിക്കും. ഇവർക്കൊന്നും മനസ്സിലായില്ല. എന്താണ് പറഞ്ഞത്? ഇന്നലെ മരിച്ചവൻ ഇന്ന് തിരിച്ചു വന്നു. അപ്പോൾ രാംദാസ് അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് ചോദിച്ചു, എന്താ അങ്ങ് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. തുളസിദാസ് ഒപ്പുണ്ട്. നിന്റെ ജന്മജന്മാന്തര കർമ്മം കൊണ്ട് നീ ഇന്നലെ ചാവേണ്ടതായിരുന്നു. കാരണം നീ ഈ ദേശത്തിലൊരു രാജാവായി. നിന്റെ ദേശത്തിലെ വേദപണ്ഡിതനായിരുന്നു ഈ തുളസിദാസ്. അവൻ സത്യധർമ്മം ആയ തുളസിധർമ്മം ചെയ്യുന്നവനായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ. നിന്റെ ശിക്ഷാ നടപടികൾ പറഞ്ഞ നിരപരാധികളായ ആൾക്കാരെ വെയിറ്റിൽ കത്തി കുത്തി കയറ്റി കൊല്ലലായിരുന്നു നിന്റെ പണി. അതുകൊണ്ട് ഈ ജന്മത്തിൽ നീ ഈ പ്രായത്തിൽ കുത്തുകൊണ്ട് ചാവേണ്ടവനാണ്. പക്ഷെ നീ ഈ സത്സംഗം മുഴുവൻ കേൾക്കുകയും ഈ സത്സംഗത്തിൽ പങ്കെടുത്തുകൊണ്ട് നിനക്ക് എന്താ കിട്ടിയുള്ളൂ? ഒരു കാളയുടെ ചെറിയൊരു കുത്തുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഗുരു അങ്ങനത്തെ എത്രയോ കാര്യം ദാമോദരേട്ടൻ അറിയാതെ, ദാമോദരേട്ടനൊക്കെ അതിൻ്റെ ആളാണ്. അപ്പോൾ തുളസീദാസ് പതുക്കെ കയറി ഫ്രണ്ടിലേക്ക്. അപ്പോൾ എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു. തുളസീദാസെ, നിനക്ക് ഒരു കുടം വൈരം കിട്ടേണ്ടതായി. എത്രയാണ്? പക്ഷെ നീ എല്ലാ ദിവസവും ഇങ്ങനെ തോന്നിയ മാസം കാണിച്ചു നടന്നപ്പോൾ അതെല്ലാം കൽക്കരിയായി മാറി. അവസാന ഒരു ദിവസം നീ എന്ത് ചെയ്തു? സത്സംഗത്തിനോ അതിൻ്റെ വൈരക്കല്ലാണ് നിനക്ക് ഏതെന്ന് കിട്ടിയത്? ആ കുടത്തിൽ നിന്ന് കിട്ടിയത്. ഇപ്പോൾ രാംദാസ് ഗുരുനാനാക്കിൻ്റെ കാലിൽ വീണു. അദ്ദേഹമാണ് സിഖ് പരമ്പരയുടെ ആദ്യ ഗുരുവായ രാംദാസ് ഗുരുനാനാക്ക്. അറിയോ? പിന്നീട് അദ്ദേഹം ആരുടെ? ഗുരുനാനാക്കിൻ്റെ ശിഷ്യനായിട്ട് സിഖ് പരമ്പരയിൽ ഗുരുനാനാക്ക് കഴിഞ്ഞാൽ അടുത്ത് വന്ന ആരാണ്? രാംദാസ് എന്ന് പറയുന്ന ഒരു ഗുരുവാണ്. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോഴും ആശ്രമത്തിൽ വരുമ്പോഴും ഇതുപോലത്തെ പല ഗതികേടുകളും നമ്മളിൽ നിന്ന് മാറിപ്പോകും. പണ്ടൊക്കെ നിങ്ങൾക്കറിയാം, ഗുരുവിൻ്റെ അടുത്ത് പൊയ്ക്കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഗുരു നമ്മളെ വിടില്ല, അവിടെ നിൽക്കാൻ പറയും. നമ്മളാണെങ്കിലോ പ്രാരാബ്ദങ്ങളുടെ വൻ പേജും കൊണ്ടാണ് പോയിട്ടുണ്ടാവുക. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാകും, കണ്ണൂരിക്കുള്ള എല്ലാം റെഡിയായിട്ട് നമ്മൾ പോകണം അല്ലേ? പക്ഷേ ഗുരു പറയും അവിടെ നിൽക്കടാവ്. കാരണം ഇതാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളെ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് നമ്മളെ ഈ രീതിയിൽ ഗുരു ഉയർത്തി കൊണ്ടുവരുന്നത്. കാരണം നമ്മളെല്ലാവരും ഒരു കർമ്മഗതിയുടെ ഭാഗമായി ജനിച്ചു വന്നവരാണ്. നമുക്കെല്ലാം ആ ഗതികേടുണ്ട് അല്ലേ? ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ വീടുകളിൽ പോയവരോട് ചോദിച്ചു, എല്ലാവരുടെയും വിവാഹം എങ്ങനെ നടക്കുക? ശാന്തിഗിരിക്ക് മുന്നല്ല അല്ലേ? നമ്മുടെ ഈ അമ്മമാരുടെ ഞാൻ ചോദിക്കണം. ഇപ്പം ഇപ്പം ജാതകവും ജ്യോതിഷമൊക്കെ നോക്കിയിട്ടേ നടക്കുള്ളൂ. അപ്പോൾ ജാതകത്തിൽ ദാമോദരേട്ടന് 4 ദോഷമുണ്ടെങ്കിൽ ദാമോദരേട്ടൻ്റെ അമ്മയ്ക്ക് ഭാര്യയ്ക്ക് എത്ര ദോഷം വേണം? 4 4 ദോഷം വേണം എന്നാണ് പറയുന്നത്. അതാണ് 8 പൊരുത്തം എന്ന് പറയുന്നത്. അപ്പോൾ 4 ദോഷമുള്ള അച്ഛനും 4 ദോഷമുള്ള അമ്മയും കൂടി ജനിപ്പിക്കുന്ന മക്കൾക്ക് എത്ര ദോഷം ഉണ്ടാവും? ഇതാണ് നമ്മളെല്ലാവരും. അതിന് ജ്യോതിഷം തെറ്റാന്നല്ല ഞാൻ പറഞ്ഞു. ജ്യോതിഷം സത്യമാണ്, അത് ശാസ്ത്രമാണ്. പക്ഷെ അതിൽ ഇങ്ങനെയുള്ള ചില കുരുക്കുകൾ വന്നാണ് നമുക്ക് അപകടമായി. അങ്ങനെ ജനിക്കുന്ന നമ്മളിൽ പല വിധത്തിലുള്ള വാസനപരമായ കുറവുകളുണ്ടാവും. ചിലവർക്ക് ഗുരുവിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ പറ്റില്ല, ചിലവർക്ക് ആശ്രമത്തിൽ പോയി നിന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല, ചിലവർക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ പ്രശ്നമാണ്. ചിലവർ ആശ്രമത്തിൽ വരുമ്പോൾ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമാവും, ചിലവർക്ക് രോഗങ്ങൾ വരും, ചിലവർ വയലൻ്റാവും. എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഈ ജീവൻ്റെ ഏറ്റക്കുറച്ചിലാണ്. ഈ ജീവനിൽ കിടക്കുന്ന ഇതുപോലത്തെ ഓരോ വശങ്ങളും ഗുരു നമുക്ക് ഓരോന്നെടുത്തെടുത്ത് പറഞ്ഞത്. ചിലവർ പോയി കഴിഞ്ഞാൽ ഗുരു ചോദിക്കാറുണ്ട്, എടാ നിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ആരാധന ഇല്ലേ? ഉണ്ട്. എൻ്റെ അമ്മയോടും ചോദിച്ച ചോദ്യം ഇതാണ്. എൻ്റെ അമ്മയും കൂട്ടി ഞാൻ പാലക്കാട് 96 ഇപ്പോൾ രാമേട്ടൻ പറഞ്ഞ ആ പ്രശ്ന സമയത്ത് ഗുരു താമസിച്ച സമയത്ത് ഞാൻ 90 മുതൽ വന്നെങ്കിൽ അമ്മയൊക്കെ വരും 95 കാണാൻ. അപ്പോൾ ഗുരു ഒറ്റ ചോദ്യം അമ്മയോട് ചോദിക്കുന്നുള്ളൂ,
അമ്മയ്ക്ക് വലിയൊരു ക്ഷേത്രമില്ലേ നമ്മുടെ, അപ്പോൾ അത് അവരുടെ അഭിമാനമാണ്. മുണ്ടൂർ പാലക്കിഴി ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ക്ഷേത്രം. ഭയങ്കര, ഇവർ പോയാലും മുടിയിറക്കൊക്കെ ചെയ്യില്ല, അത് വലിയൊരു അഭിമാനമായിരുന്നു അവർ. അവിടേക്ക് തല വെച്ച് പോലും കിടക്കരുത്. അപ്പോൾ അതോടുകൂടി ഒരു 80% അമ്മ താഴേക്ക് പോയി. അതിൻ്റെ കുറവ് ഇതാ, അവൻ്റെ കണ്ണ് കാണില്ല, കണ്ടോ, ഇതുണ്ട്. എനിക്ക് കണ്ണിന് പവറില്ല. അമ്മയ്ക്ക് എല്ല് തേയ്മാനം വന്നിട്ട് മുട്ടിൽ വേദന വരും. ഇതൊരു ഗതികേടായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഈ വശങ്ങളിലെല്ലാം വന്ന നമ്മളെ ഗുരു പറഞ്ഞെന്താ, പ്രാർത്ഥന കൊണ്ടും ചിട്ട കൊണ്ടും നമ്മൾ കടന്നു പോകും അല്ലേ. ഇപ്പം നമ്മളൊരു വ്രതത്തിലാണ് അല്ലേ, ഇപ്പോൾ ഒരു വ്രതത്തിലാണ്. എത്ര ദിവസത്തെ വ്രതമാണ്? എന്താണ് ഈ 41-ൻ്റെ പ്രാധാന്യം? ഉറക്കെ പറയും. മണ്ഡലകാലം ശബരിമലയ്ക്കല്ലേ അല്ലേ? ഞാൻ കേട്ടിരിക്കും അങ്ങനെ. എന്താണ് 41 ദിവസം? അല്ലാതെ 21 ദിവസം പോരെ? ഇതോ കുട്ടികളൊക്കെ ചോദിക്കുന്നുണ്ട്, സ്വാമി ഉറക്കെ പറയമ്മ. മാറ്റം എല്ലാ സമയത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ പറഞ്ഞത് ഏകദേശം കറക്റ്റാണ്. അതിലേക്കൊന്ന് ആഞ്ഞു പിടിക്കണം. അമ്മ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കോശങ്ങൾക്ക് മാറ്റം അങ്ങനെയല്ല. മോഡേൺ സയൻസും മുൻകാലത്തെ ആയുർവേദവും അതിന് മുന്നിലുള്ള സിദ്ധവൈദ്യവും പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും ഉണ്ടായി പൂർത്തിയായി എടുക്കുന്ന ദിവസമാണ് എത്ര? 41 ദിവസം. അതാണ് നമ്മൾക്ക് എല്ല് പൊട്ടിയാലും എത്ര ദിവസം നമ്മൾ ബാൻഡേജ് ഇടണം? 41-ൻ്റെ കണക്കിലാണ് ബാൻഡേജ് ഇടുക. 2 മാസം അല്ലേ എന്ന കണക്കിൽ. ഇല്ലെങ്കിൽ അവർ പറയും 120 ദിവസം, 122 ദിവസം എന്ന് പറയും. അപ്പോൾ ഈ 41 ദിവസം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വളർന്നു വരുന്ന ഓരോ സെല്ലുകളും അതിൻ്റെ പൂർണ്ണധർമ്മത്തിൽ, ഏതിൽ വരാൻ പാടില്ല? എൻ്റെ അച്ഛൻ്റെ DNA ഞാൻ വന്നിരിക്കണം. ആണോ അല്ലയോ? ആണോ അല്ലയോ? ഞാനല്ല പറഞ്ഞത്. 2019 നോബൽ സമ്മാനം കിട്ടിയ 3 സയൻറ്റിസ്റ്റുകളാണ് പറഞ്ഞത്, എൻ്റെ ശരീരം എന്ന് പറയുന്നത് എൻ്റെ 7 തലമുറയുടെ ബാലൻസ് ഷീറ്റാണ്. അതുകൊണ്ടാണ് പോലീസുകാർ ഇപ്പോൾ കേസ് തെളിയിക്കാൻ എന്ത് ഉപയോഗിക്കുന്നത്? DNA ടെസ്റ്റ് എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്യാൻസർ വരുന്നു, ആരും ദൈവമല്ല എൻ്റെ കാരണം. കാരണം ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ, കോഴിക്കോട് ഇരിക്കുമ്പോൾ നിരീശ്വരവാദികളൊന്ന് ചോദിച്ച ചോദ്യം ഇതാണ്: ദൈവമുണ്ടെങ്കിൽ, ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ ക്യാൻസർ രോഗികൾ എങ്ങനെ ഉണ്ടായി? ജനിക്കുന്ന കുട്ടികൾ. ജനിക്കുന്ന കുട്ടി എങ്ങനെ വികലാംഗനായി ജനിച്ചു? ജനിക്കുന്ന കുട്ടിക്ക് എങ്ങനെയാണ് മന്ദബുദ്ധിയായത്? ജനിക്കുന്ന കുട്ടിക്ക് എങ്ങനെ വിരൂപനായി? ദൈവം എവിടെ പോയി എന്ന് ചോദിച്ച ചോദ്യം. അത് നിരീശ്വരവാദികളാട്ടെ, ഞാൻ ദൈവവാദികളല്ല, നിരീശ്വരവാദികൾ വിത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞത് 2 ഉത്തരമുണ്ട് ഇതിന്. ഒന്ന് സയൻസാണ്, ഒന്ന് ആത്മീയമാണ്. അവർ പറഞ്ഞു ആത്മീയം സ്വാമിയുടെ അലമാറി കൊണ്ട് വെച്ചോളാം. സയൻസിൽ എവിടെ പറഞ്ഞു? ഞാൻ 2019 ജീവശാസ്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയ 3 സയൻറ്റിസ്റ്റുകൾ, ഒന്ന് അമേരിക്കക്കാരനാണ്, ഒരു സ്വീഡൻകാരനാണ്, ഒരു ബ്രിട്ടനാണ്. അവർ കണ്ടെത്തിയത് 7 തലമുറയുടെ DNA ബാലൻസ് ഷീറ്റാണ് നമ്മുടെ ശരീരം. ആ DNA ക്യാൻസർ രോഗത്തിൻ്റെ കാരണമുണ്ടെങ്കിൽ ഞാൻ ജനിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ക്യാൻസർ വരും. കോടിയേരി ബാലകൃഷ്ണൻ സാറ് ഒരുപാട് അനുഭവിച്ചു. പാവം. സ്പീക്കർ ആരാണ്? ജി കാർത്തികേയൻ. നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് ആണ് അവർക്കൊക്കെ വന്ന്. പാൻക്രിയാസിസ് സിറോസിസ് ആണ് വന്നത്. അവരുടെ കുഴപ്പം കൊണ്ട് സംഭവിച്ചല്ല, ജനറ്റിക് പ്രോബ്ലമാണ്. ഈസ് ഇൻക്യൂറബിൾ എന്നാണ് പറഞ്ഞത്. സാധ്യമല്ല, ആർക്കോ തിരുത്താൻ. അപ്പോൾ കുട്ടികൾ പഠിക്കില്ല നിങ്ങൾ പറയുന്നില്ലേ? ജനറ്റിക്കാ. ദേഷ്യം വരുന്നു എന്ന് പറയുന്നില്ലേ? ജനറ്റിക്കാ. ഇതെങ്ങനെ തിരുത്തും? അപ്പോൾ ഈ 7 തലമുറയിൽ വന്നിട്ട് തെറ്റായ രീതിയിൽ സെല്ലുകൾ വിഭജിച്ചാൽ 41 ദിവസം കൊണ്ട് തെറ്റായ രീതിയിൽ വിഭജിച്ചാൽ ഏകദേശം ഒരു 3 കൊല്ലം കഴിയുമ്പോൾ ഒരു മുഴ കാണാൻ പറ്റുമോ? കാണുമില്ലേ? 41 ഡേയ്സ് വെച്ച് കണക്കാക്കി നോക്ക്. 365 കാലം വെച്ച് കണക്കാക്കി കഴിഞ്ഞാൽ ഇത് 1, 2, 2, 2 ബൈനോമിയൽ തിയറി ഡിവൈഡ് ചെയ്യണം. ഇത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. വരാതിരിക്കണമെങ്കിൽ, അതാണ് ഗുരു പറഞ്ഞത്, ജീവന് പുണ്യം ആവശ്യമാണ്. അപ്പോൾ ശരീരത്തിന് 41 ദിവസമാണെങ്കിൽ ജീവൻ എന്താണ് അതിൻ്റെ കാര്യം?
ജീവനെക്കുറിച്ചും ഗുരു പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമിക്കും ചന്ദ്രൻ്റെ അടിയിൽ അനേക മണ്ഡലങ്ങളുണ്ട്. ഒരു മണ്ഡലം കടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരാളൊരു അവസ്ഥ കടക്കണമെങ്കിൽ എത്ര കൊല്ലം എടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഗുരു? ദേവസങ്കല്പവും ഗുരുസങ്കല്പവും നമ്മൾ വ്യത്യാസമില്ല, അതുണ്ട്. 18.5 വർഷം എടുക്കുന്നവർ അല്ലേ ഗുരു പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ. അതിനെ ഗുരു പറഞ്ഞത് ഈ ഒരു മണ്ഡലം കടക്കാൻ ജീവൻ എടുക്കുന്ന ദിവസമാണ് 41. അതാണ് 41 നമ്മൾ എവിടെ പോകുന്നു? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകുന്നു? നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് പോകും അല്ലേ? അപ്പോൾ ഈ ജീവൻ്റെ വശങ്ങൾ ഓരോ ഘട്ടം കടന്നു പോവാൻ, അതാണ് 9-ാം അധ്യായം 20 മുതൽ 25 വരെ ശ്ലോകം ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായി ഇത് ശ്രീകൃഷ്ണൻ പറയുന്നു. നീ ഏതിനെയാണോ ആരാധിക്കുന്നത് അതിൻ്റെ കീഴിൽ ഇരുന്ന് ചാടും. അപ്പോൾ ഇവിടെയുള്ള മുത്തപ്പനെ ആരാധിച്ചാൽ ഞാൻ എവിടെ പോളൂ? മുത്തപ്പൻ്റെ കീഴിൽ. അത് ദൈവം നമുക്ക് തന്നിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ഞാൻ ഇവിടെ ആരാധിക്കുന്ന കുട്ടിച്ചാത്തനെയും ഗുളിയാനാണെങ്കിൽ അതിൻ്റെ കീഴിൽ ആര് പോളൂ? എൻ്റെ ജീവൻ പോളൂ. ഇങ്ങനെ ചത്ത് കെട്ട് നിൽക്കുന്ന ജീവൻ്റെ കർമ്മഗതികൾ 41 ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഗുരു എന്ത് പറഞ്ഞത്? 41 ദിവസങ്ങൾ വ്രതം എടുക്കണം. എന്താണ് വ്രതത്തിൻ്റെ അർത്ഥം? വയതാത്രേഹ വ്രതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്നും വ്യയമായി ചെയ്യുന്നതിനെ ഒന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? വ്രതം എടുക്കണം. അത് ആഹാരത്തിൽ മാത്രം പോരാ. കുനിഷ്ട് പറയൽ, നുണ പറയൽ, ചീത്ത പറയൽ, ലഹള കൂടൽ, ദേഷ്യം വരൽ ഒന്നും വ്രതത്തിൽ അംഗീകരിച്ചിട്ടില്ല. അല്ല ഞാൻ ഗോതമ്പ് ആഹാരം കഴിച്ചുകൊണ്ട് തന്നെ ഞാൻ കാണിച്ചിരടാ പറഞ്ഞ വല്ല കാര്യമുണ്ടോ? അല്ലേ? ഞാൻ ദിവസം രാവിലെ റവ ഉപ്മാവാ കഴിക്കണത്, എനിക്ക് ഭയങ്കര വ്രതമാണ്, ഞാൻ പൂവൊക്കെ ഇടുന്നുണ്ട്, എന്നിട്ട് പറയണെന്താണ്? അത് വ്രതമല്ല. മനസ്സും ശരീരവും ജീവനെ ആ തലത്തിൽ പിടിച്ചു നിർത്താനുള്ള ഒരു വയത്താത്രമായ കർമ്മത്തെയാണ് ഗുരു 41 ദിവസം നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പ്രവർത്തിച്ചു വരുമ്പോൾ ഈ 41 ദിവസം കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾ ഓരോന്നിനും വിഭജനവും ശരിയാവുന്നു. ഒപ്പം ജീവൻ്റെ ഈ വന്ന അനേക കോടി ജന്മത്തിൽ ജനിച്ചതിൻ്റെ വശം കൊണ്ട് വന്നിട്ടുള്ള ആരാധനാ കർമ്മത്തിൻ്റെ ബോധം നമ്മുടെ ജീവനിലുണ്ട്. ദാമോദരേട്ടനൊരു ചോദ്യം ചോദിച്ചു, ഗുരുവിനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞു. ഈ ചോദ്യം എല്ലാവരും ചോദിച്ച ചോദ്യമാണ് ഗുരുവിന്. മോള് പറഞ്ഞ അനുഭവം എന്ന് പറഞ്ഞില്ലേ, അനുഭവമുള്ളവരൊന്നും ഗുരുവിശ്വാസിയായിട്ടില്ല, അറിയോ? ശരിയല്ലേ ദാമോദരേട്ടൻ? അനുഭവമുള്ളവരായിട്ടുണ്ടോ? ഇല്ല. ഒരാളെ ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജാരി ഗുരുവിനെ കാണുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ഗുരുവിനെ കണ്ടപ്പോൾ സാഷ്ടാംഗം നമസ്കരിച്ചു. ആദ്യം അദ്ദേഹം പോയി ചോദിച്ചു എന്ന് കടയിൽ പോയിട്ട്, അവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ എന്ന് ആദ്യം ചോദിച്ചു. എന്താ ചോദിക്കാൻ കാരണം? ദിവസം ഇത് കാണുന്നതാണ്. ഇയാൾ നമസ്കരിക്കുമ്പോൾ ആരും ഉണ്ടാവില്ല, ഗുരു അവിടെ ഉണ്ടാവാറില്ല. പക്ഷേ അന്ന് എന്ത് ചെയ്തു? ഒരു പാൻറ്റിട്ട ആളുമുണ്ട്, ഒരു മുണ്ടെടുത്ത ആൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കടയിൽ പോയി ചോദിച്ചപ്പോൾ ഉണ്ട്, അത് ശാന്തിഗിരിയിലെ ഗുരുവാണ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്ത് ഇതൊക്കെ ഇട്ട് ഗുരുവിനെ നമസ്കരിച്ചു. എന്നിട്ട് അവർ ആഹാരം കഴിക്കാൻ വിളിച്ചു. ഗുരു പോയില്ല. എല്ലാം സത്യമാണ്. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം പിന്നീട് ഗുരുവിൻ്റെ അടുത്ത് വന്നില്ല? ഞാനും ശ്രീകൃഷ്ണനൊക്കെ ആരാധിച്ചാണ്, ഞാൻ വന്നില്ല ഗുരുവിൻ്റെ അടുത്ത്. അങ്ങോട്ട് ഭയങ്കര ശ്രീകൃഷ്ണ ഭക്തമാണ്. അതാണ് അമ്മ പറയുന്നത്. ഒരു ജന്മാന്തര ബന്ധമില്ലാത്ത ഒരു ആളും ഗുരുവുമായിട്ട് എന്ത് ചെയ്യില്ല? വിശ്വാസ കർമ്മത്തിൽ വരും. ആ ജന്മാന്തര ബന്ധത്തിൽ അവൻ ചെയ്തിട്ടുള്ള ഏതെല്ലാം കർമ്മഗതി ഉണ്ടോ അത് ഈ ജന്മത്തിലും വരും. അപ്പം എന്ത് ചെയ്യും? നമ്മൾ ആശ്രമത്തിൽ നിന്ന് ഗുരുവായിട്ടൊരു ലഹള വരും. നമ്മളെന്ത് ചെയ്യും? ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പതുക്കെ ഈ പ്രസ്ഥാനത്ത് നിന്ന് അകലും. ഇതെല്ലാവരോടും ഗുരു പറഞ്ഞിട്ടുള്ളതാണ്. ബാബുസ്വാമി മുതൽ നമ്മുടെ എപ്പോഴും ശിഷ്യഭോജന്യയുടെ അനുഭവം പറയുന്ന ജന്യ ഇതാണ് പറയും. അപ്പോൾ നമ്മുടെ ജീവനിൽ കിടക്കുന്ന ഈ കർമ്മഗതി, നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ വിള്ളലിൻ്റെ കർമ്മഗതി 41 ദിവസം കൊണ്ട് ഇത് തിരുത്തിയെടുക്കാൻ പറയണം ഗുരു.
അങ്ങനെ ഈ ജീവന് ശേഷിത്വം വരുമ്പോൾ, അപ്പം നമുക്കെന്താണ് ശേഷിത്വം വരാത്തത്? നമ്മുടെ ജീവന് എന്തില്ല? ഊർജമില്ല എന്നാണ്. ഉദാഹരണം ഞാൻ പറയാം ഒന്നും കൂടി, അല്ലേ? അങ്ങനെ ഓരോ ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ദൈവം എന്താ കൊടുത്തിരിക്കുന്നത്? 2 കാലും 2 കൈയും 2 കണ്ണും 2 ചെവി, അല്ലേ? മൂക്ക്, വായൊക്കെ എല്ലാവർക്കും സെയിം. ആർക്ക് അമേരിക്കക്കാർക്ക് എക്സ്ട്രാ വല്ലതും കൊടുത്തിട്ടുണ്ടോ? 1400 ഗ്രാം ബ്രെയിനാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. ആർക്കും അധികം കൊടുത്തിട്ടുണ്ടോ? ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനാണെന്ന് വിശ്വസിക്കുന്ന സയൻറ്റിസ്റ്റിൻ്റെ തല ഗോംസ് എന്ന് പറയുന്ന ഡോക്ടർ അടിച്ചു മാറ്റി മരിച്ചപ്പോൾ. എന്ത് ചെയ്തു? ഇയാൾക്ക് ദൈവം എക്സ്ട്രാ വല്ലതും കൊടുത്തിട്ടുണ്ടോ നോക്കണം. കാരണം അതിബുദ്ധിമാനായിരുന്നു അദ്ദേഹം, അല്ലേ? പക്ഷെ അദ്ദേഹത്തിൻ്റെ റിസർച്ച് 2025 വരെ തുടർന്നിട്ടും എന്താ കണ്ടെത്തിയത്? 1 മില്ലിഗ്രാമിൽ വ്യത്യാസമുണ്ട്. അപ്പം എല്ലാവർക്കും കോമനാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ചിന്താഗതിയിൽ എന്താ വരാത്തത്? അതാണ് ഗുരു ചോദിച്ചത്, അല്ലേ? എല്ലാവർക്കും കോമനാണ്. ഞാൻ എപ്പോഴും ഒരു ഉദാഹരണം പറയാറുണ്ട്. ഇവിടെ ഇരിക്കുന്ന, അല്ലേ, ഒരാൾ പേരെന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും പേര് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിഷമമുണ്ടാവണ്ട കേട്ടോ. ഏതെങ്കിലും, അല്ലെങ്കിൽ ഞാൻ ഒരു മരത്തിന് ചുവട്ട് പോയി നിൽക്കുക, നല്ല മധുരമുള്ള മാമ്പഴം, അല്ലേ, മധുരമുള്ള നല്ല കൽക്കണ്ട പോലത്തെ മാമ്പഴം എൻ്റെ തലയിൽ വീണു. അതിഗംഭീര മധുരം ഉണ്ടായി. കാസർഗോഡ് പോയപ്പോഴാണ് കണ്ടത്. അതിൻ്റെ തലയിൽ വീണു. ഞാൻ എന്താ ചെയ്യുക? അടുത്ത് കഴിക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? 2 കൂടി തട്ടിയിടും. എന്തിനാണ്? അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ എവിടെയെങ്കിലും കുഴിച്ചിടും. എന്തിനാണ്? ഇനി കാസർഗോഡ് പോകണ്ടല്ലോ, ഇവിടെ വളർന്ന, അല്ലേ, നല്ല മധുരമുള്ള മാമ്പഴം കഴിക്കുക. ഇതേപോലത്തെ സംഭവമാണ് ന്യൂട്ടൻ്റെ തലയിൽ വീണത്. ന്യൂട്ടൻ എന്ത് ചെയ്തു? ന്യൂട്ടൻ എന്താ ചെയ്ത്? എത്രയോ ലോ കണ്ടുപിടിച്ചു, അല്ലേ? എന്താ എനിക്ക് പറ്റാതിരുന്നു? അല്ലേ, നിങ്ങൾക്ക് ആർക്കും പറ്റാതിരുന്നു? ജീവന് ശേഷിത്വം. ഇതാണ് ബിസിനസ്. ഒരാൾ ബിസിനസ് ചെയ്ത് വിജയിക്കുന്നുകൊണ്ട് കണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. അത് ബിൽ ഗേറ്റ്സ് ആയാലും ശരി, ലുലു മാർട്ട് ആയാലും ശരി, ഇനി വേറെ ഏത് സാധനം ആയിക്കോട്ടെ, വിജയിക്കുന്നതിൻ്റെ അടിസ്ഥാനം ജീവൻ്റെ ശേഷിത്വം. അല്ല അയാൾക്ക് ദൈവം പ്രത്യേക തല കൊടുത്തിട്ട് അവനെ കൊണ്ട് ബിസിനസ് ചെയ്യിക്കുന്നല്ല. മലബാർ ഗോൾഡ് കയറി നിങ്ങൾക്ക് സ്വർണം വാങ്ങാൻ തോന്നുന്ന അയാളെ ജീവൻ്റെ ശേഷിത്വമാണ്. അതാണ് ഗുരു പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് വരുമ്പോൾ, എന്നെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ശാന്തി തോന്നരുത്, അത് ഗുരുവിൻ്റെ ജീവൻ്റെ കടക്കുന്ന ശേഷിത്വമാണ്. ഈ ശേഷിത്വം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളോട് പറഞ്ഞ് 41 ദിവസം നിങ്ങൾ വ്രതമെടുത്ത് കൂടാൻ. അതിലെന്ത് ചെയ്യണം? നിൻ്റെ ദോഷവും മാറണം, നിൻ്റെ കുടുംബത്തിൻ്റെ ദോഷം മാറണം. കുടുംബത്തിൽ എവിടെ നിന്ന് ദോഷം വന്ന്? ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും കൂടി ഉണ്ടാക്കിയ ദോഷമാണ് എവിടെ കിടക്കണം? എൻ്റെ കുടുംബത്തിൽ കിടക്കണം. ഈ ദോഷം മാറാനുള്ള വഴിയാണ് 41 ദിവസം. അത് നമുക്ക് ഗുരു പ്രതിനാദം ചെയ്യണം. ഇത് നമ്മൾ പലപ്പോഴും ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇതേപോലെ ചെയ്യുന്നത് ഗുരുവിൻ്റെ ഭൗതികമായി കഴിഞ്ഞാൽ ആര് ചെയ്യും ചോദിച്ചപ്പോൾ ദൈവത്തിന് കിട്ടിയ വാക്കെന്താ? എക്കാലത്തും ഇതിൽ അനുഭവസ്ഥനായ ഗുരുസ്ഥാനം ഉണ്ടാവും. അവർ 7 അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ ഗുരുപ്രകാശത്തെ എപ്പോഴും ആർക്ക് പ്രതിനാദം ചെയ്യും? നമുക്ക് പ്രതിനാദം ചെയ്യും. നമ്മുടെ സംശയങ്ങൾക്കും, നമ്മുടെ ഇതുപോലത്തെ വിഷമതകൾക്കും, നമ്മുടെ ഇതുപോലത്തെ ദുരിതങ്ങൾക്കും, നമ്മുടെ ഇതുപോലത്തെ വീട്ടിലുണ്ടാകുന്ന സകല പ്രശ്നങ്ങൾക്കും ഉത്തരം തരാൻ അന്നും ആരോടാ ഗുരു പറയാറ്? ശിഷ്യബോധം. ഗുരു എന്താ പറയുക? നമ്മളൊരു കാര്യം പോയി ഗുരുവിനോട് പറയുമ്പോൾ ഗുരു പറയുന്നത് അതെന്താണ് ഇതിൻ്റെ കാരണം നോക്കാൻ പറയും. അപ്പോൾ പറയും, ജീവനൊരു കുറവുണ്ട്, ആ കുറവ് പ്രാർത്ഥിച്ചാലേ മാറുള്ളൂ, അതിനെന്ത് ചെയ്യണം? അപ്പോൾ ഗുരു പറയും, നീ ഒരു കാര്യം ചെയ്യേ, എല്ലാ ദിവസവും പ്രാർത്ഥന മുടക്കരുത്, മാസത്തിൽ ഒരു പ്രാവശ്യം നീ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം, പൗർണമിക്ക് നീ കുമ്പ് കൊടുക്കാൻ പറയും. നമുക്ക് പറ്റുമോ? ഇത്രേ ഗുരു പറയാറുള്ളൂ, ഇതിനപ്പുറമൊന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഗുരുപൂജ ചെയ്യണം, അത് വേറെ. അത് ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ മഹാത്മ്യത്തിൽ കിട്ടുന്ന ഒരു കാരുണ്യമാണ്. അപ്പോൾ ഇത് എക്കാലത്തും
ഈ കാരുണ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഗുരു ആദ്യ സംഘത്തിൽ ലയിച്ച സമയത്ത് നമ്മളെല്ലാവരും ഒന്ന് വിറച്ചുപോയി. ഇനി എന്ത് എന്ന ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അതെങ്ങനെയെന്ന് നമുക്കറിയില്ല. അവിടെയാണ് ഗുരുസ്ഥാനിയ എന്ന് പറയുന്ന ആ ധർമ്മം ദൈവം നമുക്ക് തന്നു. അതാണ് ശിശുപൂജിത ജനനി. ആ ജനനിയുടെ ആ കർമ്മത്തിൻ്റെ പൂർത്തീകരണം, ആ ഭാവത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൂജിത പീഠം. എന്താണ് പൂജിത പീഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആർക്കറിയാം അല്ലേ? എന്താണ് പൂജിത പീഠം? വേഗം പറയാമോ? നാല് കാലുള്ള 5 താമരയുള്ള അല്ലേ? അതല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്, എന്താണ് പൂജിത പീഠം? പീഠം എന്ന് പറഞ്ഞത് ഇരിക്കാനുള്ള സ്ഥലം എന്നാണ് അർത്ഥം. അതിനു മുമ്പേ ഇരുത്തിയിട്ടുണ്ട്. എത്രയോ ഗുരുവിൻ്റെ അവസ്ഥാപൂർത്തീകരണത്തിലൊക്കെ ഗുരുവിനെ പീഠത്തിൽ ഇരുത്തിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത്. ഗുരു പോയിട്ടില്ലല്ലോ. പോയി എന്നുള്ളൊരു വാക്കില്ല അവിടെ. പറയേണ്ടത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതൊരു അവസ്ഥയാണ്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എന്താണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ? ഒരു സ്റ്റേറ്റിൻ്റെ മൊത്തം അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാൻ ഉള്ള ആ അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വ്യക്തിയാണോ അത് അവസ്ഥയാണ്. മുഖ്യമന്ത്രി പറഞ്ഞൊരു അവസ്ഥയല്ലേ അത്? അല്ല, ആർക്കും വരാം. ഒന്നുകൂടെ, പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഒരാളാണോ? അതൊരു അവസ്ഥയാണ് അല്ലേ? ആ അവസ്ഥയ്ക്ക് എത്തിയ ജീവൻ. അത് മോദി ആയിരിക്കാം, മൻമോഹൻ സിംഗ് ആവാം, അല്ലേ, നരസിംഹറാവു ആവും, നാളെ വേറെ ആരെങ്കിലും ആവും. ഇവിടെ ആത്മീയത്തിൽ ഒരു ജീവൻ ഉയർന്ന് 7 അവസ്ഥയും കടന്നുകൊണ്ട് ഇതിനെ പൂജിതമാവുന്ന പ്രത്യക്ഷത്തിൽ പ്രതീക്ഷീഭവിച്ചുകൊണ്ട് ഗുരുവിൻ്റെ പ്രകാശത്തെ പ്രതീക്ഷീഭവിച്ച് കാണാനുള്ള അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പീഠം എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ജ്ഞാനപീഠം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അമരകോശം എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പീഠത്തിൻ്റെ അർത്ഥം എഴുതിയിട്ടുണ്ട്. പീഠം നമ്മൾ വിചാരിക്കുന്ന ഒരു ഇരിക്കാനുള്ള ഇരിപ്പിടം എന്നാണ് മലയാളത്തിൽ. പീഠം എന്ന് പറഞ്ഞാൽ ആ അറിവ് നേടി ജ്ഞാനം എത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ജീവൻ ആ അവസ്ഥ എത്തി നിൽക്കുന്ന തലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കേണ്ടത്? പീഠം, ജ്ഞാനപീഠം, സർവജ്ഞപീഠം, അങ്ങനെയൊക്കെ പറയാം. ശങ്കരാചാര്യർക്ക് പറഞ്ഞ സർവജ്ഞപീഠം കേടിയാറെന്നൊക്കെ പറയാറില്ലേ? എന്നതുപോലെ സ്വശിഷ്യൻ ഗുരുവിനെ സാക്ഷാത്കരിച്ച് ആ പ്രകാശത്തെ പ്രത്യക്ഷീഭവിച്ചുകൊണ്ട് പൂജിതമാക്കിക്കൊണ്ട് ആ അവസ്ഥ എത്തി നിൽക്കുന്ന കർമ്മത്തിൻ്റെ പേരാണെന്ത്? പൂജിത പീഠം. അത് നമ്മൾ ആർക്ക് സമർപ്പിച്ചു? ഈ പ്രപഞ്ചത്തിലേക്ക് സമർപ്പിക്കുക. അതാണ് ശിശുപുത്ര ജീവൻ്റെ വലുപ്പം. അങ്ങനെ ഈ ജീവൻ ഇങ്ങനെ ഗുരുവിൻ്റെ പ്രകാശം കൊണ്ട് ഉയർന്നു വരുന്ന കർമ്മത്തിൽ ഇതിനെ എടുക്കുന്ന ദിവസം 41 എന്നാണ് പറയുന്നത് അല്ലേ? ഒരു 41 ദിവസത്തിൻ്റെ ജീവൻ്റെ പരിണാമമാണ് ഇത്. ഈ ജന്മത്തിലാണോ സംഭവിച്ചത്? നമ്മൾ വിചാരിക്കുന്നത് ഈ ജന്മത്തിലാണ്. അല്ല, ഇതിന് അനേക കോടി ജന്മം എടുത്തിട്ടാണ് ഈ ജീവൻ പരിണാമം ചെയ്തത്. അതാണ് ഗുരുവിൻ്റെ അമ്മ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? എന്താണ് അമ്മ പറഞ്ഞത്? ഗുരുവിൻ്റെ ഗർഭമായിരിക്കുമ്പോൾ അനേക മഹാത്മാക്കൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ 3 പേരെ ഞാൻ കണ്ടിരുന്നു. അത് വെള്ള വസ്ത്രം ധരിച്ച 3 പെൺകുട്ടികളായിരുന്നു. അതൊരു പെൺകുട്ടിയാണ്. ആര്? ഞാൻ ശിശുപൂതിയെ കണ്ടപ്പോൾ. ഗുരു പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് കണ്ടു. ഗുരുവിൻ്റെ വലതുവശം ഒന്ന് നമസ്കരിച്ച് നിൽക്കുന്നു. അതുകൊണ്ടാണ് എറണാകുളത്ത് വെച്ച് എന്ത് ചെയ്ത്? ഗുരുവിനെയല്ല നോക്കിയത്, പിന്നെ ആരെയാ നോക്കിയത്? ശിശുവിനെ നോക്കിയിട്ട് അപ്പോൾ ചോദിച്ചത് അല്ലേ, എന്താണ് അമ്മ ഇങ്ങോട്ട് നോക്കാത്തതെന്ന്? ആരാ ചോദിച്ചത്? ഗുരു ആരാ ചോദിച്ചത്? ഗുരുവിൻ്റെ അമ്മയിൽ തന്നെ ജനിച്ച അരവിന്ദ മാമൻ എന്ന് പറയുന്ന മാമനാണ് കാർ എടുത്തിട്ട് വന്നത്. പിന്നെ അരവിന്ദ മാമൻ്റെ പുസ്തകത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ബാക്കി 2 പേര് ആരാണെന്നും അവരെപ്പോൾ ഈ ആശയത്തിലേക്ക് വരുമെന്നും
ഗുരു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പേടിയൊന്നുമില്ല, എല്ലാം സൂക്ഷ്മത്തിൽ റെഡിയാണ്. അപ്പോൾ അതിനെ സ്വാംശീകരിച്ചുകൊണ്ട് എൻ്റെ ജീവനും അതുപോലെ വളരണം. ഏതിന്? ഈ ഗുരുവിൻ്റെ ആശയവുമായി ധർമ്മത്തിൽ. ഇത് വിട്ടുപോകാൻ പറ്റാത്തൊരു കർമ്മഗതി, അല്ലെങ്കിൽ വിട്ടുപോകാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ ജീവൻ്റെ കർമ്മവശത്തെ ഞാൻ തിരുത്തിയെടുക്കണം. അതിന് എനിക്കെന്ത് വേണം? ഒരു വ്രതം വേണം. അങ്ങനെ ആ വ്രതമാണ് ഈ 41 ദിവസമായി നമ്മളിവിടെ രാവിലെ പൂവിട്ടിട്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സകല ദോഷങ്ങളും മാറിക്കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് എൻ്റെ കുടുംബത്തിൽ നിന്നും ദുരിതങ്ങൾ, രോഗങ്ങൾ, വിഷമങ്ങൾ, കടം, വീട്ടിലെ ഈ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരിക്കാത്ത ഗതികേട്, ഇതെല്ലാം നമ്മളിൽ നിന്ന് പതുക്കെ 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 മാറിപ്പോവുക. ഒരു സുപ്രഭാതത്തിൽ നടക്കുന്ന ആരും വിശ്വസിക്കരുത് കേട്ടോ. അതിൽ അങ്ങനെ ചിലവർ വിശ്വസിക്കുന്നു. 41 ദിവസം കഴിഞ്ഞാൽ 23-ാം തീയതി രാവിലെ ലോട്ടറി അടിക്കുന്ന വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നും വിശ്വസിക്കരുത്. അങ്ങനെയൊന്നും ആര് പറഞ്ഞാലും വിശ്വസിക്കരുത്. ഇത് പതുക്കെ 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 ഇത് പരിണാമപ്പെടും. ഗുരു പറഞ്ഞിട്ട് ഇത് 3 തലമുറ കൊണ്ട് ഇത് ശരിയാവുള്ളൂ. 350 വർഷം എന്നാണ് പറഞ്ഞത്. ആ 350 വർഷം കൊണ്ട് ഈ ജീവൻ പരിണാമപ്പെടുള്ളൂ. അതെങ്ങനെയാണ്? നിന്റെ തലമുറ കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ കാരണം ചോദിച്ചു. നീ ഇപ്പോൾ ഇങ്ങനെ ജനിച്ചുപോയി, 2 കുറവുകളിൽ നിന്നും നീ ജനിച്ചുപോയി. അപ്പം നിനക്കെന്താ സംഭവിക്കുക? നീ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആ കർമ്മത്തിൽ നിനക്ക് കടം വരും. നിനക്ക് പഠിച്ചാൽ തലയിൽ കയറില്ല. അഥവാ പഠിച്ച് ഫസ്റ്റ് റാങ്ക് ഉണ്ട്, എല്ലാം ഉണ്ട്, PSCയിൽ റാങ്ക് ലിസ്റ്റ് വരും, അതിൻ്റെ തൊട്ടുമുമ്പ് വരെ കിട്ടും, എനിക്ക് കിട്ടില്ല. എൻ്റെ ബിസിനസ്സിൽ കടയിൽ ആൾക്കാർ കയറും, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൽ എനിക്ക് കൺസ്ട്രക്ഷൻ ആൾ വർക്ക് തരും, വർക്കിൻ്റെ സ്ഥലത്തെത്തുമ്പോൾ അവർ വേറെ ആൾ കൊടുക്കും. ഇതാണ് ജീവൻ്റെ കുറവെന്ന ഗുരു. ഇതിനെയാണ് കുറവ് എന്ന് കുറവൻ എന്ന് വിളിക്കുന്നത്. ഇത് മാറിക്കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ധർമ്മത്തെ ഗുരു പറഞ്ഞ് സൂക്ഷിച്ചു കൊണ്ടുവരണം. അപ്പം നിൻ്റെ പ്രകൃതിയെ നീ സൂക്ഷിക്കാൻ പഠിക്കണം. എന്താണ് പ്രകൃതി പറഞ്ഞാൽ? സമയത്ത് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞ പ്രാവശ്യം. ഉറക്കെ പറയാൻ പോരാ, ഒന്നും കൂടി. പഴക്കം. നമ്മുടെ പിതൃക്കൾ DNA മോഡേൺ സയൻസിൽ അല്ലേ നമ്മൾ ആരാധിച്ചവ, ലൈഫ് സ്റ്റൈൽ. 3 ജീവൻ്റെ പഴക്കം, ജീവൻ്റെ ഊർജം. ഇത് 3ഉം നിങ്ങളെ ചുഴറ്റും. ഞാൻ പറഞ്ഞിട്ടില്ല, ശ്രീനാരായണ ഗുരുവും പറഞ്ഞിട്ടുണ്ട്. പ്രകൃതി ചുഴറ്റിടുമ്പോൾ അല്ലേ സുഹൃതികൾ പോലും വിടുന്നു. ഇങ്ങനെ ഈ പ്രകൃതിയെ, നമ്മുടെ വീട്ടിൻ്റെ പ്രകൃതി എന്ന് പറയുന്നത് ഞാനും ഭർത്താവും, അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളും എൻ്റെ അച്ഛനും അമ്മയും ചേർന്ന ആ പ്രകൃതിയാണ് ആ വീടിൻ്റെ പ്രകൃതി. അങ്ങനെ അനേക വീടുകളുടെ പ്രകൃതിയാണ് ആ സ്ട്രീറ്റിൻ്റെ പ്രകൃതി. അനേക സ്ട്രീറ്റുകൾ ചേർന്ന പ്രകൃതിയാണ് ആ വാർഡിൻ്റെ പ്രകൃതി. ആ അനേക വാർഡുകൾ ചേർന്നാണ് ഈ പഞ്ചായത്തിൻ്റെ പ്രകൃതി. അപ്പോൾ ആ പഞ്ചായത്തിൻ്റെ നിൽക്കുന്ന മരം തൊട്ട് ആ പഞ്ചായത്തിൽ നിൽക്കുന്ന ജീവിക്കുന്ന ആൾക്കാർക്കുള്ള സുഖസൗകര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ജനിക്കുള്ളൂ. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, ഞാൻ ഇതിനു മുമ്പൊക്കെ ചോദിച്ച ചോദ്യം, കേരളത്തിൽ 14 ജില്ലയിലും 14 ടെമ്പറേച്ചർ വരാൻ കാരണം അതാണ്. അത് കൊല്ലം കൊല്ലം മാറുകയും ചെയ്യും. ഇപ്രാവശ്യം കണ്ണൂരിലാണ് ചൂടെങ്കിൽ അടുത്ത പ്രാവശ്യം എവിടെയായിരിക്കും? അത് പുനലൂരായിരിക്കും, ചിലപ്പോൾ പാലക്കാടായിരിക്കും. ഇതിൻ്റെ കാരണം എന്ന് ഗുരു പറയുന്നത് നമ്മുടെ ജീവൻ്റെ കണങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ടാണ് ഈ ഞാൻ സംസാരിക്കുന്ന ഈ നിൽക്കുന്ന സ്ഥലത്തിൽ നിന്നും സൂര്യൻ്റെ അടുത്തേക്ക് 40,000 അടി മുകളിലൊരു വിമാനം പറക്കുകയാണ്. അവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണ്? -20 40,000 അടി ഞാൻ സൂര്യനിൽ നിന്ന് അകലുമ്പോൾ ഇവിടെ എത്ര ചൂട്? 36 ഡിഗ്രി. അതെങ്ങനെ ശരിയാവുക? വിളക്കിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഞാൻ ഈ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുകയാണ്. ഈ വിളക്കിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുമ്പോൾ വിളക്കിൻ്റെ അവിടെ ചൂട് കൂടുകയോ ചെയ്യേണ്ട, കുറയുകയോ വേണ്ട? കൂടണ്ടേ? ഇവിടെ നേരെ മറിച്ചാണ്. 40,000 അടിയുടെ അടുത്തേക്ക് ഞാൻ പോകുമ്പോൾ അവിടെ എന്താണ്? -20 ഡിഗ്രി. 40,000 അടി താഴേക്ക് വന്നപ്പോൾ ഇവിടെ 36 ഡിഗ്രി. എന്താ കാരണം? ഞാനല്ല പറഞ്ഞത്, ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്.
കണങ്ങളാണ് അതിൻ്റെ കാരണം. സൂര്യപ്രകാശം ഭൂമിയിലേക്ക് വരുന്നത് കണങ്ങളിലൂടെയാണ്. ഈ കണങ്ങൾ എന്ന് പറയുന്നതാണ് നമ്മൾ വിളിക്കുന്നത് ന്യൂട്രണോൺസ്, അല്ലെങ്കിൽ ദൈവകണം. ഇത് എൻ്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന അണുക്കളുമായി ചേർന്ന് കിടക്കുന്നു. ആ അണുക്കൾ തെറ്റായ കർമ്മത്തിൻ്റെ അണുക്കളാണെങ്കിൽ അതിൽ വരുന്ന സൂര്യപ്രകാശത്തിൻ്റെ ടെമ്പറേച്ചർ എത്രയായിരിക്കും? 36 ഡിഗ്രി. ഇതാണ് ഗുരു പാലക്കാടുകാരോട് പറഞ്ഞ്, എടാ 18 അഗ്രഹാരമുള്ള ഒരു സ്ഥലമാണ് ഏത്? പാലക്കാട്. അതിൻ്റെ മന്ത്ര തന്ത്ര ഹോമ കർമ്മം ചെയ്തതിൻ്റെ കണങ്ങൾ എവിടെയുണ്ട്? അപ്പോൾ അവിടെ വരുന്ന സൂര്യൻ്റെ ടെമ്പറേച്ചർ എന്തായിരിക്കും? 41 ഒരൊറ്റ കയറ്റം കയറും. നമ്മൾ പറഞ്ഞത് എന്താണ്? അവിടെ കൃഷി കഴിഞ്ഞുകൊണ്ടൊന്നും അവിടെ ചൂട് കൂടണമെന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം 38 ഉണ്ടായിരുന്നു. ഈ കണങ്ങളെ മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? കണ്ണൂരും പോവും. എന്താ കണ്ണൂരിൻ്റെ പ്രശ്നം? എന്താ കണ്ണൂരും താമരേട്ടനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ ആദ്യം അവിടെ കൊണ്ടുവച്ചത്. എവിടെ വെച്ച് അല്ലേ? നമ്മളെല്ലാവരും കളരി ദൈവങ്ങളെ ആരാധിച്ചു വന്ന കർമ്മത്തിൻ്റെ ഗതികേടിൻ്റെ, അല്ലെങ്കിൽ മുത്തപ്പനെ പോലെയും ഗുളികനെ പോലെയുള്ള ഏറ്റവും താഴെ കിടക്കുന്ന കർമ്മത്തിലൂടെ പ്രാർത്ഥിച്ച് വന്നിട്ട്, ശ്രീനാരായണ ഗുരു വന്നിട്ട് പോലും നമ്മൾ മാറ്റിയില്ല. ശ്രീനാരായണ ഗുരു അടുത്തൊരു അമ്പലത്തിൽ വന്നിട്ട് പോലും നമ്മൾ മാറ്റിയോ? അദ്ദേഹം വടിയെടുത്തിട്ട് തട്ടിക്കളഞ്ഞു, മാറ്റിയില്ല. ആ 9-ാം അധ്യായം 20-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ അതിൻ്റെ കീഴിൽ പോയി കിടക്കുന്ന ജീവൻ്റെ കണങ്ങളുള്ള ഈ കണ്ണൂരിലേക്ക് സൂര്യപ്രകാശം വരുമ്പോൾ എത്രയായിരിക്കും ടെമ്പറേച്ചർ? 38 39. ഇതന്നെ നമ്മുടെ വീട്ടിലും വരുന്ന പ്രശ്നം. മക്കൾ പറഞ്ഞാൽ കേൾക്കാത്തതും, മക്കൾ നമ്മളുമായിട്ട് ചേരാത്തതും, നമ്മളും തൊട്ട വീട്ടുകാരനായിട്ട് ചേരാത്തതും, നമ്മളും സമൂഹമായി ചേർന്ന് പോകാത്തതും, നമ്മളും കോൺഗ്രസും മാർക്സിസ്റ്റും BJPയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ എന്താണ് അതിൻ്റെ കാരണം? ഈ ജീവകണം. ഇത് ഇവിടെ നിന്നും മാറ്റണമെങ്കിൽ എന്ത് വേണം? ഇതിനെല്ലാം നീക്കത്തക്ക വിധത്തിൽ നമ്മളൊരു വ്രതമെടുക്കണം. ആരുടെ? നമ്മുടെ ജീവൻ്റെ ഊർജം കൊണ്ട് ഈ കണത്തിലെല്ലാത്തിനും മാറ്റം വരും. വേണ്ടേ? അതിന് 41 ദിവസം നമ്മളോട് എന്ത് പറഞ്ഞു? നിൻ്റെ ജീവൻ ആദ്യം ഉയരണം. വേണ്ടേ? അപ്പോളേ നിൻ്റെ ബ്രെയിൻ പ്രയോഗിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ തമാശയ്ക്ക് ഒരു കഥ പറയാറില്ലേ? കേട്ടിട്ടുണ്ടോ? ഇന്ത്യക്കാരൻ്റെയും ജപ്പാൻകാരൻ്റെയും ജർമ്മൻകാരൻ്റെയും അമേരിക്കക്കാരൻ്റെയും ബുദ്ധി വിൽക്കാൻ വെച്ചു. ഏതിനാ വില കൂടുതൽ കിട്ടുക? എന്താ ഇന്ത്യക്കാരന് കൂടുതൽ കിട്ടാൻ കാരണം? എന്താ കാരണം? ശുദ്ധമായതുകൊണ്ടോ? നമ്മൾ ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നാ പറഞ്ഞു. നമ്മൾ ബുദ്ധി എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? അവർ പറഞ്ഞ തിയറിയാണോ പഠിപ്പിക്കുന്നത്? അല്ലേ മാഷേ? ശരിയല്ല. നമ്മൾ എന്തെങ്കിലും നമ്മുടെ തിയറി ഉണ്ടോ? പഠിക്കണ്ടോ? BCom അവരുടെ തിയറിയാണ്. BA അവർ ഹിസ്റ്ററി ഏതാ പഠിക്കുന്നത്? ജർമ്മൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവമാണ്. ഇവിടെ ഈ പറയുന്ന ശ്രീനാരായണ ഗുരു ഉണ്ടാക്കിയതും ചട്ടമ്പി സ്വാമി ഉണ്ടാക്കിയിട്ടുള്ളതും നമ്മുടെ ഗുരു ഉണ്ടാക്കിയിട്ടുള്ള പരിണാമങ്ങളും നമ്മൾ പഠിക്കാറില്ല സമൂഹത്തിൽ. നമ്മളെന്തേ പഠിക്കാറുള്ളൂ? അവിടുത്തെ വിപ്ലവം അല്ലേ? ഇതുപോലെ എല്ലാം ഏത് സയൻസും എടുത്ത്, കമ്പ്യൂട്ടർ എല്ലാം നമ്മൾ എവിടുന്നാണ് പഠിക്കുന്നത്? മനസ്സിലായോ? ഈ വശത്തിൻ്റെ ഗതികേടിൻ്റെ വശം തിരുത്തിയെടുക്കാൻ നമ്മൾ തയ്യാറാവണ്ടേ? തയ്യാറാവണോ വേണ്ടേ? അതിനാണ് ഗുരു നമുക്ക് ഈ ബുദ്ധിയെ പൂർണ്ണമായി ഉപയോഗിക്കത്തക്ക വിധത്തിലുള്ള ജീവനുകൾ നമ്മുടെ ഇടയിൽ വളർന്നു വരണം. അവൻ്റെ ന്യൂട്രോൺസുകൾ എന്ന് പറഞ്ഞാൽ അതിവേഗതയിൽ ഇതിൽ പ്രവർത്തിപ്പിക്കുന്നവനായിരിക്കണം. അതിൻ്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തി തിരുത്തിയെടുക്കാൻ വേണ്ടിയാണ് ഗുരു നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞത്. ഇത് ആദ്യമായിട്ട് പറഞ്ഞതല്ല. ഇതിന് ആദ്യം വന്ന എല്ലാ ഗുരുക്കന്മാരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ ജീവന് അതെടുക്കാൻ പറ്റില്ല. നമ്മൾ അവിടേക്ക് എന്ത് പറയും? ന്യായപ്രമാണങ്ങൾ എടുത്തു വയ്ക്കും. അങ്ങനെ വയ്ക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലത്തെ ഓരോ പ്രശ്നങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് പോവാതിരിക്കുന്നത്. ഇന്നലെ ഒരു കുട്ടി ചോദിച്ചു എന്നോട്, ശാന്തിഗിരി ആശ്രമത്തിൽ നിന്ന് കർമ്മം ചെയ്ത് വീട്ടിൽ പോയ ദേഷ്യം വരും. എന്താ സ്വാമി അതിന് കാരണം? ഭയങ്കര ദേഷ്യം വരും. സകലവരോടും ഇയാൾ കുടിക്കാൻ. എന്തായിരിക്കും അതിൻ്റെ കാരണം? നമ്മുടെ ജീവനും ശരീരവുമായി ചേരാൻ പറ്റാത്തൊരു വശമുണ്ട് ഇവിടുത്തെ കർമ്മം ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ വീണ്ടും ആ മലിനപ്പെട്ട സ്ഥലത്തെത്തുമ്പോൾ എൻ്റെ ജീവൻ എന്ത് ചെയ്യും? കൂടുതൽ വർക്ക് ചെയ്യും. ഇതാണ് നമ്മളൊക്കെ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത്. അല്ലാതെ A+ വാങ്ങിയ ഒരാൾക്ക് ദൈവം കൂടുതൽ ബ്രെയിനും
C- വാങ്ങിയ ആൾക്ക് കുറച്ച് ബ്രെയിൻ കുറച്ചിട്ടൊന്നുമല്ല വിട്ടിരിക്കണം. അത് ബിസിനസ് ചെയ്യുന്നവൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ, ഇവിടെ നിന്ന് സംസാരിക്കുന്ന എൻ്റെ കാര്യത്തിലും സന്യാസരുടെ കാര്യത്തിലും എല്ലാത്തിലും ഈ ഒരു വശമുണ്ട്. ഇത് തീർക്കാൻ ഈ ഗുരുപരമ്പരയുടെ തീർക്കുന്ന അവസ്ഥയ്ക്കുകളാണ് പൂജിത പീഠ സങ്കല്പങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 41 ദിവസം എല്ലാവർക്കും പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം പറ്റാറില്ല. രാവിലെ എണീക്കാൻ പറ്റില്ല. രാവിലെ എണീക്കുമ്പോൾ എന്ത് സംഭവിക്കും? അലാറം നമ്മൾ ഒന്ന് ഓഫ് ചെയ്തിട്ട് അഖണ്ഡനാമം ജപിക്കും. പിന്നെ നമ്മൾ കാണുന്ന 7 മണിക്കാണ്. അതുവരെ ഉറങ്ങാത്ത നമ്മൾ ഗംഭീരമായിട്ട് ഉറങ്ങും. അത് നമ്മുടെ ജീവൻ നമ്മളെ ഉറക്കുകയാണ്. ഉറക്കുമ്പോൾ ഈ പ്രകൃതിയിലെ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, നിന്റെ പ്രകൃതിയുടെ ആൾക്കാർ നിന്നെ വട്ടത്തിരിപ്പിക്കും. അതിനെ സന്തുലനാവസ്ഥയിൽ നിർത്തണമെങ്കിൽ നീ ആരാധന കൂടുകയും കർമ്മം ചെയ്യുകയും ചെയ്യണം. അല്ല, ഞാൻ വിളിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ പൂജിത പീഠത്തിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ കർമ്മത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ ഗതികേട് മാറ്റണം. അപ്പോൾ അതിലൊരു ചോദ്യം ഇന്നലെ ആരോ എന്നോട് ചോദിച്ചു, ഞാൻ മാത്രം കുടുംബത്തിലുള്ളൂ, എങ്ങനെയാണിത് മാറുക? അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുടുംബത്തിൽ ഞാൻ ഒരുത്തനേ ഉള്ളൂ എങ്കിലും നമ്മുടെ ജീവൻ്റെ പ്രകാശം കൊണ്ട് ആ കുടുംബത്തിലൊരു പ്രകാശത്തെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതിന് ഗുരു എപ്പോഴും പറയാറുണ്ട്, നീ ഇരട്ടി പ്രാർത്ഥിക്കണം. പണ്ടൊക്കെ ദാമോദരനെ പോലത്തെ ആൾക്കാരൊക്കെ കണ്ണൂരിൽ മുമ്പ് എത്ര പേരുണ്ടായിരുന്നു വിശ്വാസികൾ? വളരെ കുറവാണ്. പക്ഷെ അവരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ പ്രാർത്ഥിക്കേ, ആൾക്കാർ വരും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അന്തരീക്ഷത്തിൽ മലിനീകരണം മാറ്റുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ഈ ആശ്രമം വളർന്ന് വലുതാകും. അതാണ് നമ്മുടെ പ്രാർത്ഥനാലയം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ 41 ദിവസം പൂജിത പീഠം എന്ന് പറയുന്ന അവസ്ഥ ഗുരുവിനെ പ്രത്യക്ഷാപക്ഷം തിരിച്ചറിഞ്ഞ് ആ പ്രകാശത്തിൽ 7 അവസ്ഥ പൂർത്തീകരിച്ച് ആ പ്രകാശത്തെ, ഗുരുവിൻ്റെ നവോല ജ്യോതിസ്വരൂപനായ ആ പ്രകാശത്തെ സാംശീകരിച്ച് നമ്മുടെ ഇരുട്ടിനെ മാറ്റിത്തരാൻ പറ്റുന്ന അവസ്ഥയുടെ പേരാണ് പൂജിത പീഠം. അല്ലേ? നമുക്കൊക്കെ ഒരു അന്ധകാരമുണ്ട്. ആ അന്ധകാരത്തിനെ മാറ്റിയിട്ട് ഗുരുപ്രകാശം കൊണ്ട് നമ്മളെ ഉയർത്തിയെടുക്കുന്ന കർമ്മത്തിൻ്റെ വശത്തിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ സങ്കല്പം ചെയ്യും. ക്ലിയർ അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ഇനിയുള്ള ദിവസങ്ങൾ ന്യായപ്രമാണം കൊണ്ട് ഓട്ടയടക്കരുത്. എങ്ങനെ വന്നിട്ടും എന്ത് ചെയ്യണം? കൂട്ടോളം കേട്ടോ. അത് എനിക്ക് അവിടെ പോകാണ്ട് ഇവിടെ പോകാണ്ടെന്നൊക്കെ പറയണത് നിങ്ങളുടെ ഭാഗ്യക്കുറവാണ്. ക്ലിയർ അല്ലേ? അതുകൊണ്ട് ഞാൻ ഈ അധികം നീട്ടുന്നില്ല. സമയം ഇപ്പോൾ 2:10 കേട്ടോ. 2 മണിക്ക് നിർത്തണം വിചാരിച്ചാണ്. അധ്യക്ഷൻ ഞാൻ എന്നോട് പറഞ്ഞു 2 മണി വരെ പാടുള്ളതാണ്, ചൂട് കൂടുതലാണ് അല്ലേ? അപ്പോൾ ഞാൻ നിർത്തുകയാണ്. അടുത്ത ഞായറാഴ്ചയും അതിൻ്റെ അടുത്ത ഞായറാഴ്ചയ്ക്ക് നമുക്ക് സംസാരിക്കാം. ഇതിൻ്റെ പല ഭാഗങ്ങളും നമുക്കെടുത്ത് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ സർവസ്വമായ എൻ്റെ എല്ലാമായ ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിലേക്ക് എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. സദ്ഗുരുവേശ്വര. ഞാൻ ആരാ കൃതജ്ഞത പറയണത്? എത്തിയോ?